ഈ ക്വസ്റ്റ്യൻ നോക്കാം. ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 3x സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 10 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് 4. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്? നമുക്ക് ആദ്യം തന്നെ ക്വസ്റ്റ്യൻ എഴുതാം. ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 3x സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 10 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് 4. നമ്മൾ ആദ്യം തന്നെ ലിമിറ്റ് കാണുന്നതിന് ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? എക്സിൻ്റെ വാല്യൂ 2 ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുക. പക്ഷേ ഇവിടെ ഒരു കാര്യമുണ്ട്. എക്സിന് 2 കൊടുത്തു കഴിഞ്ഞാലേ 0/0 വരും. ഞാൻ വേണമെങ്കിൽ ചെയ്ത് കാണിച്ചു തരാം. എക്സിന് ഞാൻ 2 കൊടുത്തു കഴിഞ്ഞാലേ ഇവിടെ സൈഡിലായിട്ട് ചെയ്ത് കാണിച്ചു തരാം. 3 × 2 സ്ക്വയർ മൈനസ് 2 മൈനസ് 10. എക്സ് കാണുന്നിടത്തെല്ലാം 2 കൊടുത്തു. താഴെയും എക്സിന് 2 കൊടുത്തു. നമുക്ക് ആൻസർ കിട്ടില്ല. ഇങ്ങനെ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഈ കേസിൽ ആൻസർ കിട്ടുന്നില്ല. കാരണം ഇവിടെ 3 × 4 12 മൈനസ് 2 മൈനസ് 10 ഡിവൈഡഡ് ബൈ 4 മൈനസ് 4. ഇപ്പോൾ ന്യൂമററിൽ 0 വരുന്നുണ്ട്. നോക്കിയേ, താഴെയും 0 വരുന്നുണ്ട്. ഇതെന്താ? നമുക്കറിയില്ല. ഡിവിഷൻ ബൈ 0 വരുന്നതൊന്നും നമുക്കറിയില്ല എന്താണെന്നുള്ളത്. ഡിനോമിനേറ്റർ 0 ആയാൽ നമുക്ക് ഡിവിഷൻ ചെയ്യാൻ പറ്റില്ല എന്നറിയാമല്ലോ. അപ്പോൾ 0/0 നോട്ട് ഡിഫൈൻ എന്നല്ല എഴുതേണ്ടത്. എന്താണെന്ന് നമുക്ക് അറിയില്ല. ഡയറക്റ്റായിട്ട് 2 കൊടുത്തപ്പോൾ കിട്ടുന്നില്ല ആൻസർ. അപ്പോൾ ഇതിൻ്റെ ശരിക്കുള്ള മീനിങ് എന്താണ്? ഇതിൻ്റെ ശരിക്കുള്ള മീനിങ് എക്സിൻ്റെ വാല്യൂ 2 അടുക്കും തോറും, ഇതിൻ്റെ ശരിക്കും മീനിങ് അങ്ങനെയാണ്. എക്സിൻ്റെ വാല്യൂ 2 അടുക്കും തോറും ഈ ഫംഗ്ഷൻ്റെ വാല്യൂ ഏത് നമ്പറിന് നിയറസ്റ്റ് ആയി മാറും എന്നാണ് അതിൻ്റെ അർത്ഥം. ഇതിനൊരു ആൻസർ ഉണ്ട്. എക്സിൻ്റെ വാല്യൂ 2 അടുക്കും തോറും ഈ ഫംഗ്ഷന് എന്തോ ഒരു നമ്പറിന് അടുത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത് ഡയറക്റ്റായിട്ട് വാല്യൂ കൊടുത്തിട്ട് കിട്ടുന്നില്ല. ഇപ്പം ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ 0 നമ്മൾ ആദ്യം തന്നെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുക. 0/0 വന്നു കഴിഞ്ഞാൽ നമുക്ക് വേറെ മെത്തേഡിലോട്ട് പോകണം. നമ്മൾ ഫാക്ടറൈസ് ചെയ്യണം. ഓർത്ത് വെച്ചോട്ടോ. ഇതേപോലെ പോളിനോമിയൽ വരുമ്പോൾ 0/0 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫാക്ടറൈസ് ചെയ്യണം. ഫാക്ടറൈസ് ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിനോമിനേറ്റർ കുഴപ്പമില്ല, ഫാക്ടറൈസ് ചെയ്യാൻ എളുപ്പമാണ്. ന്യൂമറേറ്റർ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഡിനോമിനേറ്റർ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ അല്ലേ നോക്കിയേ. എക്സ് സ്ക്വയർ മൈനസ് 2 സ്ക്വയർ എന്ന് വായിച്ചൂടെ? എക്സ് സ്ക്വയർ മൈനസ് 2 സ്ക്വയർ. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ്. ഇവിടെ എക്സ് സ്ക്വയർ മൈനസ് 2 സ്ക്വയറിന് നമുക്ക് എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് മൈനസ് 2 എന്ന് എഴുതാം. ക്ലിയർ ആയല്ലോ? ന്യൂമറേറ്റർ ഞാൻ വളരെ ഫാസ്റ്റായിട്ട് ഫാക്ടറൈസ് ചെയ്ത് കാണിച്ചട്ടെ. അതിന് നമ്മൾ ചെറിയ ക്ലാസ്സിൽ ഒരു ഫാക്ടർ തിയറം എന്ന് പറഞ്ഞൊരു തിയറം പഠിച്ചിട്ടുണ്ട്. പെട്ടെന്ന് ഫാക്ടറൈസ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ എക്സിന് 2 കൊടുത്ത് ചെയ്യാൻ ശ്രമിച്ചിരുന്നല്ലോ നേരത്തെ, അല്ലേ? എക്സിന് 2 ഡയറക്റ്റായിട്ട് 2 കൊടുത്ത് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷെ എനിക്ക് 0 കിട്ടി. അപ്പോൾ ഒരു തിയറുണ്ട്, ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, ഫാക്ടർ തിയറം എന്ന് പറയും. അതായത് വളരെ ചുരുക്കി ഞാനിവിടെ എഴുതാം. ഫാക്ടർ തിയറം. എക്സിന് ഞാൻ ഒരു പോളിനോമിയലിൽ എക്സിന് എ കൊടുത്തപ്പോൾ പോളിനോമിയൽ 0 കിട്ടി. വളരെ ചുരുക്കി എഴുതുള്ളൂ. ഒരു പോളിനോമിയൽ പി ഓഫ് എക്സിൽ എക്സിന് ഞാൻ എ കൊടുത്തപ്പോൾ 0 കിട്ടിയെങ്കിൽ എന്തായിരിക്കും അറിയാമോ? എക്സ് മൈനസ് എ ഈസ് എ ഫാക്ടർ ഓഫ് ദ പോളിനോമിയൽ. ഇങ്ങനൊരു തിയറം പഠിച്ചിട്ടുണ്ട് ചെറിയ ക്ലാസ്സുകളിൽ. എന്താണ് ഈ പറയുന്നത്? ഒരു പോളിനോമിയലിൽ എക്സിന് ഞാൻ എ കൊടുത്തപ്പോൾ 0 കിട്ടിയെങ്കിൽ എക്സ് മൈനസ് എ ഫാക്ടറാണ്. അപ്പോൾ ഞാൻ തുടക്കത്തിൽ ഡയറക്റ്റായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നല്ലോ. അപ്പോൾ ഞാൻ എക്സിന് 2 കൊടുത്തപ്പോൾ ഈ പോളിനോമിയൽ 0 വന്നിരുന്നു. ഓർമ്മയുണ്ടല്ലോ? എക്സിന് ഞാൻ 2 കൊടുത്തപ്പോൾ ഇയാളുടെ വാല്യൂ 0 വന്നിരുന്നു. അപ്പോൾ എക്സിന് 2 കൊടുത്തപ്പോൾ 0 വന്നതുകൊണ്ട് എക്സ് മൈനസ് 2 ഒരു ഫാക്ടറാണ്. ഫാക്ടർ തിയറം അതാ പറയുന്നത്. എക്സിന് എ കൊടുക്കുമ്പോൾ പോളിനോമിയൽ 0 വരുന്നുണ്ടെങ്കിൽ എക്സ് മൈനസ് എ ഒരു ഫാക്ടറാണ്. ഇവിടെ ഞാൻ എക്സിന് 2 കൊടുത്തപ്പോൾ എനിക്ക് 0 കിട്ടിയിരുന്നു. അതുകൊണ്ട് ഇതിൻ്റെ ഒരു ഫാക്ടർ എക്സ് മൈനസ് 2 ആണ്. അപ്പോൾ ഇനി മറ്റേ ഫാക്ടറും കൂടിയും കണ്ടാൽ മതി. എക്സിൻ്റെ ടേമിലുള്ള 2 ഫാക്ടർ ആയിരിക്കും ഉണ്ടാവുക.
അത് കാണാൻ എളുപ്പമോ? ഇവിടെ 3x² അല്ലേ വന്നിരിക്കുന്നത്, ഹയസ്റ്റ് പവർ 3x² ആണ്. ഇത് രണ്ടും ഓപ്പൺ ചെയ്തിട്ടാണല്ലോ ഈ 3x² വരുന്നത് അല്ലേ? ഈ ബ്രാക്കറ്റും തമ്മിൽ ഓപ്പൺ ചെയ്തിട്ടാണല്ലോ 3x² വരാം. ഇപ്പം ഞാൻ പറഞ്ഞുതരാം, എക്സിൻ്റെ കൂടെ 3x മൾട്ടിപ്ലൈ ചെയ്താലല്ലേ 3x² കിട്ടുള്ളൂ. ഇവിടെ x ആണ്, ഇവിടെ 3x വരണം. എന്തിനാണ് 3x വരണം എന്ന് പറഞ്ഞത്? കാരണം ഓപ്പൺ ചെയ്യുന്ന സമയത്ത് x ഇൻറ്റു 3x വരും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ 3x വന്നിരിക്കണം. ഇനി -10 എന്ന് പറഞ്ഞ നമ്പറും വരണം. ഇത് തമ്മിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ -10 കിട്ടണം. ലാസ്റ്റ് നമ്പർ -10 അല്ലേ? ഇത് ഓപ്പൺ ചെയ്താലേ പറഞ്ഞുതരാം, -2 ഇൻറ്റു +5 ചെയ്താലല്ലേ -10 കിട്ടാം. ഞാനിത് കംപ്ലീറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് -2 ഇൻറ്റു +5 വരണം. -2 ഇൻറ്റു +5 ചെയ്താൽ മാത്രമേ -10 കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു +5 വരണം. അപ്പോൾ ഒരു ഫാക്ടർ കിട്ടിയാൽ മറ്റേ ഫാക്ടർ ഇതേപോലെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നും കൂടിയും ബാക്ക് അടിച്ചിട്ട് കേൾക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പ് ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ച് കേൾക്കണം. x - 2 മുകളിലും താഴെയായിട്ട് വെട്ടിക്കളഞ്ഞൂടെ? x - 2 മുകളിലും താഴെയും വന്നിട്ടുണ്ട്, വെട്ടിക്കളയുക. അപ്പോൾ വെട്ടിക്കളഞ്ഞതിന് ശേഷം വരുന്ന സ്റ്റെപ്പ് എന്താണപ്പോൾ? വെട്ടിക്കളഞ്ഞതിന് ശേഷം വരുന്ന സ്റ്റെപ്പ്, ന്യൂമറേറ്ററിൽ ഒരു 3x + 5 ഉണ്ട്, ഡിനോമിനേറ്ററിൽ ഒരു x + 2 ഉണ്ട്. നമ്മളിനി ഡയറക്റ്റായിട്ട് എക്സിന് 2 കൊടുക്കാൻ നോക്കുകയാണ്. 0/0 വരുമ്പോൾ മാത്രമേ നമ്മൾ ഫെയിൽ ആവുള്ളൂ. വെട്ടിക്കളഞ്ഞ് കഴിഞ്ഞു. ഇനി നമുക്ക് എക്സിന് 2 കൊടുക്കുന്നതുകൊണ്ട് പ്രോബ്ലം ഇല്ല. അപ്പോൾ ഇവിടെ 3 × 2 + 5, 3 × 2 + 5 ഡിവൈഡഡ് ബൈ താഴെ 2 + 2 വരും. ഇതിൻ്റെ ആൻസർ എന്താ വരണേ? ഇവിടെ 6 + 5 11 വരും, താഴെ 4ഉം വരും. സോ 11/4 ആണ് ഇതിൻ്റെ ആൻസർ.